മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, താത്വികമായിട്ട് പറഞ്ഞാൽ ഈ മനുഷ്യരായ മനുഷ്യർക്കെല്ലാം ആരുമില്ലെന്നുള്ളതാണ് ഒരു സത്യം. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് പവർ വിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ആ പിതാവ് പറഞ്ഞു, അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരികയാണ്, എളിമനായി എന്നെ കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തോടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കാരുമില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഭാര്യയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ആരുമില്ല. പിള്ളേരുണ്ട്, പക്ഷേ എനിക്ക് ആരുമില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചിയും അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അപ്പനും അമ്മയും മരിച്ചപ്പോഴാണ് താൻ ജീവിതത്തെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരും ഇല്ലെന്നും. അന്ന് എനിക്ക് കിട്ടിയ ഒരു വാക്കുണ്ട് വായനയിൽ, അഡൽട്ട് ഓർഫൻ എന്ന് പറഞ്ഞ്, അഡൽട്ട് ഏത് പ്രായത്തിലാണെങ്കിലും അപ്പനും അമ്മയും മരിച്ച നമ്മൾ ഒരു പരിധി വരെ ആരാണ്? അനാഥരാണ്, അല്ലേ? ഇപ്പോൾ ഈ കെട്ടിച്ചു വിട്ട പിള്ളേരാണെങ്കിലും പ്രായമായാലും ഭർത്തൃ വീട്ടിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായാൽ ഓടി എങ്ങോട്ട് പോകും? അമ്മയെടുത്തോട്ട് പോകും. അമ്മയുള്ളിടത്തോളം കാലം പോവും. നാത്തൂനുണ്ടെങ്കിൽ അങ്ങ് പോകത്തില്ല, അല്ലേ? അമ്മയുള്ളിടത്തോളം കാലം അവിടെ പോകത്തില്ലേ? പോത്ത്. അമ്മയെടുക്കെ ചെന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും എല്ലാവരും ഓടി എവിടെ പോവും? അമ്മേനെടുത്ത് പോവും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഏത് പ്രായത്തിലും അപ്പനും അമ്മയും നമ്മൾക്ക് വലിയ ഒരു സന്തോഷമാണ്. അതൊരു കാര്യമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മൾ വന്നോ എന്നൊക്കെ തിരക്കാനും ഒക്കെ ഒരു അപ്പനും അമ്മയൊക്കെ ഉള്ളത് നല്ലതാണ്. ഇപ്പോഴത്തെ ഈ പിള്ളേരുടെയൊക്കെ ഒരു പ്രശ്നം, ഈ പിള്ളേർ പലപ്പോഴും വരാൻ താമസിക്കും. ഇവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കും. ഇതുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ഇവരോട് ചോദിച്ചാൽ അവർക്ക് സിമ്പിൾ റീസണാണ്, ക്ലാസ്സിൽ ആയപ്പം സൈലൻ്റാക്കി, പിന്നെ അത് മറന്നുപോയി. ഇവർ ഫോൺ വിളിച്ചപ്പം സൈലൻ്റാന്ന് പറയുമ്പോഴത്തേന് അമ്മ എന്താകും? വയലൻ്റാകും, അല്ലേ? ഇവർ സൈലൻ്റ് ആകുമ്പോൾ അമ്മ എന്താകും? വയലൻ്റാകും. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യും, നാട്ടിലുള്ളവരെ എല്ലാം എന്തു ചെയ്യും? വിളിച്ചത് നമ്മൾ പറഞ്ഞു, കൂട്ടുകാരത്തെ വിളിച്ചു, കൂട്ടുകാരത്തിൻ്റെ അമ്മയെ വിളിച്ചു, പിന്നെ വേണ്ടി വന്ന ടീച്ചറെയും വിളിക്കും. അപ്പോൾ ടീച്ചർ പറയും 3 മണിക്ക് പോയല്ലോ എന്ന് പറയുമ്പോഴത്തേന് പിന്നെ ആകെ പ്രശ്നമായി. കൊച്ചിങ്ങോട്ട് വന്ന് ചവിട്ടി കുലുക്കി ഒരൊറ്റ ബഹളമാണ്. നാണം കെടുത്തിയില്ലേ, ഞാൻ കൊച്ചാണ്, ഇപ്പം ഞാൻ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ചാവട്ടി കൂരിക്ക് പോയി. ചിലതാണെങ്കിൽ കഥ അങ്ങ് അടയ്ക്കും മുറിയുടെ, എന്നിട്ട് കട്ടിലെ കയറി കമന്നങ്ങ് കിടക്കും. മുഖം പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. JCB വന്നാലും പിന്നെ മറിയത്തില്ല, ശരിയല്ലേ? ഇതുങ്ങളെ ഒന്ന് കമത്തിയിടാൻ JCB വന്നാലും ഒക്കത്തില്ല. അപ്പോൾ ഇതുങ്ങൾ വല്ലതും ഒപ്പിക്കുമെന്ന് വെച്ചോണ്ട് പേടിച്ച് ജല്ലിക്കൂടെ വലിഞ്ഞ് കയറി നോക്കാൻ, പുറത്ത് പോയി ജല്ലിക്കൂടെ നോക്കാൻ കയറി അമ്മ വീണ് കൈ ഓടിക്കും. എന്നാലും ഈ പിള്ളേരൊക്കെ എന്നിട്ട് ഇതുങ്ങളെ കഴിക്കാൻ വിളിക്കുമ്പോൾ ഒരു ചാട്ടമുണ്ട്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? ഈ വേണ്ടാന്ന് പറയുമ്പോഴും പുറകെ നടക്കാൻ ഒരാളില്ലാതെ വന്നാൽ എന്തോ ചെയ്യും? നിങ്ങൾ ഈ അനാഥശാലയിൽ പോകണം. 7 മണിക്ക് ബെല്ലടിച്ച് തന്നെ പോയി എന്തു ചെയ്യും? കഴിക്കും. 3-4 വയസ്സുള്ള പിള്ളേർ ഒരു പ്ലേറ്റ് ചോറുണ്ണും. ഇതുങ്ങൾ ഈ പുറകെ നടന്ന് വാരി കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ പോയി എന്തു ചെയ്യും? കഴിക്കും. പിന്നെ അടുത്ത് വെക്കാൻ ആരും കാണത്തില്ല. വേണ്ടെന്ന് ആരും പറയത്തില്ല. ബെല്ലടിക്കുമ്പോൾ തന്നെ പോവും, കഴിക്കും, തന്നെ പോയി കുളിക്കും, തന്നെ പോയി കിടക്കും. 5 മണിയാകുമ്പം തന്നെ എഴുന്നേക്കും. ഇല്ലേ നല്ല കീറ് കിട്ടും, അല്ലേ? നമുക്ക് ഈ പുറകെ നടക്കാൻ ഒരാൾ വേണ്ടേ? രാവിലെ തുടങ്ങുമെന്ന് എഴുന്നേക്കടി. എഴുന്നേറ്റാൽ പിന്നെ കുളിക്കടി, എടി ഒരു കടി, പിന്നെ കഴിക്കടി. ഇങ്ങനെ പുറകെ നടക്കാൻ ഒരാളില്ലാതെ വരുമ്പം പിന്നെ വീട് നിശബ്ദമാണ്. അന്നാണ് നമ്മൾ തിരിച്ചറിയുക ആരും ഇല്ലെന്നൊരു യാഥാർത്ഥ്യം. അപ്പം ഈ മനുഷ്യരൊക്കെ സത്യത്തിൽ ഒരു പരിധി വരെ ആരും ഇല്ലാത്തവരാണ്. ഇന്ന് ഈ മനുഷ്യരൊക്കെ സിറ്റി ലൈഫിൻ്റെ താല്പര്യപ്പെടുന്നവരാണ്. നമുക്കറിയാം, തിരുവനന്തപുരം ഒരു ചെറിയ സിറ്റിയാണ്. എന്നാൽ കുറച്ചുകൂടെ വലിയ സിറ്റികളുണ്ട്, മെട്രോപൊളിറ്റൻ സിറ്റി, മുംബൈ, ചെന്നൈ, ഇപ്പം കൊച്ചി പോലും ഒരു വലിയ സിറ്റി ആയിട്ടൊക്കെ മാറുകയാണ്. അപ്പോൾ ഈ സിറ്റിയിലൂടെയൊക്കെ നമ്മൾ പോയി നിന്നാൽ
ഈ സിറ്റിയുടെ മേളിലുള്ള പാലങ്ങളിലൊക്കെ നിന്നാൽ താഴോട്ട് നോക്കിയാൽ ഭയങ്കര എരപ്പേ കാണത്തുള്ളൂ. ആയിരക്കണക്കിന് വണ്ടികൾ ഇങ്ങനെ നിരുപാധികം നിർബാധം നിർവിഘ്നം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിനകത്തൊക്കെ ഇരിക്കുന്ന ആരാ? മനുഷ്യരാ. ആരാ നമുക്കറിയാമോ? ഇല്ല, ആയിരക്കണക്കിന് മനുഷ്യരാണ്. അപ്പോൾ സിറ്റി എന്നതിനെക്കുറിച്ച് ഞാൻ കേട്ട ഒരു നല്ല ഡെഫിനിഷനുണ്ട്. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരും ഇല്ലാത്ത കുറേ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ എന്ത്? സിറ്റി. സിറ്റി താമസിക്കുന്ന ആരാ നമുക്കറിയാമോ? ആർക്കും അറിയത്തില്ല. അടുത്ത് താമസിക്കുന്ന ആരാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ആരോരും ഇല്ലാത്ത ഒത്തിരി മനുഷ്യർ എവിടെ നിന്നൊക്കെയോ വന്ന് ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ എന്ത്? സിറ്റിയാണ്. ഗ്രാമത്തിൽ പിന്നെയും പരസ്പരമൊക്കെ അറിയാം. മരിച്ചു കിടന്നാൽ പോലും ഇതാരാന്ന് അറിയാൻ ആരും കാണത്തില്ല. അപ്പോൾ ആരോരും ഇല്ലാത്ത മനുഷ്യർക്ക് ആരോ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. അവിടുത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയൊരു അവകാശം തന്നിരിക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം ശുദ്ധീകരിക്കപ്പെടണം, അവിടുത്തെ രാജ്യം വരണം. അപ്പം ദൈവം നമുക്ക് പിതാവായിട്ട് മാറുകയാണ്. ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്ന സംസ്കാരം പല മതങ്ങളിലും അന്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യൂറോപ്യൻ മിഷണറിമാർ അമേരിക്കയിൽ ചെന്നപ്പോൾ റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചപ്പോൾ അമേരിക്കൻ ചാപ്ലെയിൻ, യൂറോപ്യൻ ചാപ്ലെയിൻ പ്രാർത്ഥിച്ചു, ഗോഡ് അവർ ഹെവൻലി ഫാദർ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ റെഡ് ഇന്ത്യൻ്റെ ഗോത്രപിതാവ് ഞെട്ടിപ്പോയി എന്ന് വായിച്ചിട്ടുണ്ട്. വാട്ട് യു കോൾ? ദൈവത്തെ എന്തെന്ന് വിളിച്ചു? പിതാവെ എന്ന് വിളിച്ചു. പക്ഷേ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ആരായി മാറുകയാണ്? പിതാവായി മാറുകയാണ്. അങ്ങനെ പിതാവായി മാറുമ്പോൾ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്. ഇന്ന് രാത്രി എളിവനായ ഈ ദാസന് പറയാനുണ്ട്, ദൈവം നമ്മുടെ പിതാവാകും. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. എങ്ങനെയാകും? അവനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് യേശുവിനെ. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 വീണ്ടും വചനം ചേർത്ത് പറഞ്ഞ്, തൻ്റെ ഏകജാതനായ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നോട് പറഞ്ഞ്, തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം യേശു നമുക്ക് ദൈവം നൽകിയത്, ആ പുത്രനെ നാം വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു അറിവിനപ്പുറമാണ്. ആത്യന്തികമായി ചോദിച്ചാൽ പലരും വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരറിവാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു അറിവിലുള്ള വിശ്വാസമല്ല, അതിനപ്പുറത്ത് ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവിടുന്ന് എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനാണ്, അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസിക്കുകയും കർത്താവിനെ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ ക്രിസ്തു നമുക്ക് പിതാവായി മാറുകയാണ്. പിതാവ് അത് അറിവിനപ്പുറത്തുള്ള ഒരു അനുഭവമാണ്, അറിവല്ലത്. ഇന്ന് എന്നോട് ചോദിച്ചാൽ ദൈവമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തെളിവുകളുടെ ആവശ്യമില്ല. 1000 തെളിവുകൾ ദൈവം ഇല്ല എന്ന് നിരത്തി സ്ഥാപിച്ചാലും ഞാൻ അവിശ്വസിക്കില്ല. കാരണം എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും എൻ്റെ കൈകൊണ്ട് തൊട്ടതും എൻ്റെ നാവ് രുചിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണ് ദൈവം എൻ്റെ പിതാവാണെന്നുള്ളത്. ദൈവം എൻ്റെ പിതാവാണ്. ഞാനതിന് ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട്. എങ്കിലും പറയാനുള്ള 1-2 അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങളുണ്ട്. എനിക്ക് യേശു ഒരു അറിവായിരുന്നു. വളരെ ചെറുപ്പത്തിൽ അപ്പച്ചനാണ് എനിക്ക് യേശുവിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. എൻ്റെ വല്യപ്പച്ചൻ എനിക്ക് യേശുവിനെക്കുറിച്ചുള്ള അറിവ് തന്നു. എന്നാൽ പിന്നത്തെ ഇതിൽ വളർന്നപ്പോൾ ഉപദേശിമാർ അറിവ് തന്നു, നരകത്തിൽ കൊണ്ടിടും, വീശുമുറ അവിടുത്തെ കയ്യിലുണ്ട്, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്തുണ്ട്, കോടാലി വച്ചിരിക്കുന്നു, ശിക്ഷിക്കുന്ന, നരകത്തിലിടുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള അതിഭീകരമായ പേടി എന്നെ ഭരിച്ചു. എന്നാൽ കാലം മുമ്പോട്ട് പോയപ്പോഴാണ് എളിവന് മനസ്സിലാകുന്നത്, ദൈവം അങ്ങനെ നമ്മളെ നരകത്തിൽ കൊണ്ടിടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരാളല്ല. ഈ ദൈവം നമുക്ക് ആരാണ്? പിതാവാണ്. ഈ ദൈവം നമുക്ക് ആരാണ്? പിതാവാണ്.
നമ്മുടെ കണ്ണ് നനഞ്ഞാൽ അറിയുന്ന, നമ്മുടെ മുഖം പാടിയാൽ അറിയുന്ന ഒരു പിതാവ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ദൈവം നമ്മുടെ പിതാവാണ്. 2018 വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കം അതിഭീകരമായൊരു വെള്ളപ്പൊക്കമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാം. അതിനുശേഷം നമുക്ക് വയനാട്ടിലുണ്ടായി, നിലമ്പൂരുണ്ടായി, വലിയ ഭീകരമായ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും 2018 കൂടിയാണ് വെള്ളപ്പൊക്കങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 18 ഹൗളിംഗ് ഉണ്ട്. 18 ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അത് നമുക്ക് ചിന്തിക്കാൻ ഒക്കാത്തൊരു വെള്ളപ്പൊക്കമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മറ്റേ വെള്ളപ്പൊക്കം ഭയങ്കര രസമായിരുന്നു, ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അന്നാണ് ആദ്യമായിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ അതിഭീകരത അറിയുന്നത്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ട്, ഞാൻ ടൗണിൽ നിൽപ്പുണ്ട്. പക്ഷെ വെള്ളം കൈവിട്ട് വരവെന്ന് കണ്ടപ്പോൾ അത് പിന്നെ കൈവിട്ടങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഭീകരമായ വെള്ളപ്പൊക്കത്തിൻ്റെ കഴിഞ്ഞ് വെള്ളം ഇറങ്ങിപ്പോയപ്പോഴത്തേന് ഒരു വീട്ടിൽ നിന്നൊക്കെ 8-10 ലോഡ് മണ്ണൊക്കെ മാറ്റിയ സമയങ്ങളുണ്ട്. അതുപോലെ മണ്ണ് വന്നടിക്കും, ഈ എക്കലും ചള്ളയെല്ലാം കൂടെ അടിഞ്ഞ ഒരു കപ്പയും. പിന്നെ ഇഷ്ടം പോലെ പാമ്പുകൾ, ഇതിങ്ങനെ ഉരുള് പൊട്ടി വരികയല്ലേ, ഇഷ്ടം പോലെ പാമ്പുകൾ, ഈ വലിയ പെരുമ്പാമ്പും മൂർഖം പാമ്പും. അങ്ങനെ ഞങ്ങളുടെ ഹോളിൻ്റെ അടിയിലും വെള്ളം കയറി. അതൊന്ന് റിനോവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് സാമ്പത്തികമായ പല കാരണങ്ങൾ കൊണ്ട് ഒന്നും നടക്കാതെ പോയൊരു കാലം. ഒരു രാത്രി എന്നെ അതിഭയങ്കരമായ ഒരു ഭയം ബാധിച്ചു. ഞാനങ്ങനെ പൊതുവേ ഭയക്കുന്ന ഒരാളല്ല, പേടിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മനുഷ്യൻ്റെ കൂടെ പല വികാരങ്ങളിലൊന്നാണെന്ത്, ഭയം. ഇത് നമുക്ക് വീട്ടുകാർ തരുന്നൊരു കാര്യമാണ്. കാരണം കൊച്ചിലെ ചോദിക്കും, ആറ്റിപ്പാം തോട്ടിപ്പാം ഇവിടെ അറിയുമെന്ന് അറിയത്തില്ല, ആനയും കുതിരയും കണ്ട പേടിക്കുമെന്ന് ചോദിക്കും. പേടിക്കുമെന്ന് ചോദിച്ച് ഇല്ലെന്ന് പറഞ്ഞു ഒറ്റ ഊത്താണ്. അതാണ് എന്ത് ചെയ്തേ, പേടിച്ച്. പിന്നെ നമ്മൾ പുറത്തോട്ട് പോയപ്പോൾ അമ്മച്ചി നമ്മളോട് പറഞ്ഞു, മോൻ അങ്ങോട്ട് പോകല്ലേ, അവിടെ ഉമ്മാക്കി ഉണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് പറയൂ ഉമ്മാക്കി. അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്. ഇന്ന് വരെ ആരെങ്കിലും ഉമ്മാക്കിയെ കണ്ടോ? ഇല്ല. പക്ഷെ മലയാളിക്ക് തലമുറയായി കൈമാറി അണയാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഉമ്മാക്കി. നിങ്ങൾക്ക് ഉമ്മാക്കിയെ തന്ന ആരാ? ഇരട്ടത്ത് അവിടെ ആരുണ്ട്? ഉമ്മാക്കി. അത് പറഞ്ഞു തന്ന ആരാ? അമ്മയാണ്. അമ്മയ്ക്ക് കൊടുത്ത ആരാ? അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്ക് കൊടുത്ത ആരാ? വല്യമ്മൂമ്മയാണ്. അങ്ങനെ തലമുറ കൈമാറി സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഉമ്മാക്കി. പക്ഷേ ഇന്ന് വരെ ആരെ കണ്ടില്ല. അത് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ സാർ ഇടയ്ക്കിടയ്ക്ക് പറയും, ഉമ്മാക്കി കാണിച്ച് എന്നെ എന്ത് ചെയ്യരുത്, പേടിപ്പിക്കരുത്. നിങ്ങളുടെ ഉമ്മാക്കി കാണിച്ച് എന്നെ എന്ത് ചെയ്യരുത്, പേടിപ്പിക്കരുത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഭയം നമുക്ക് പലതും സാംശീകരിക്കപ്പെടുന്ന. ഏതായാലും അന്ന് രാത്രിയിൽ ഒരു ഭയം എന്നെ ബാധിച്ചു. ആ ഭയം ഒരു അതിഭീകരമായൊരു ഭയമായിരുന്നു. അപ്പം ഞാൻ ഹോളിൽ പോയിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോയിരുന്നു, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം വന്നു. ഞങ്ങൾ ഹോളിൽ തന്നെ ഇരുന്നു. അപ്പം വെളുപ്പിനെ വരെ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു 3-3:30 ആയപ്പം പോയി. ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. നേരം വെളുത്തില്ല. വെളുക്കുന്നതിന് മുമ്പ് പരപരാന്ന് വെളുത്ത് കഷ്ടിച്ച ആളെ അറിയാവുന്ന ഒരു സമയത്ത് എൻ്റെ ഭാര്യ വന്ന് വിളിച്ച് പറഞ്ഞു, വീടിൻ്റെ മുറ്റത്ത് ഒരാൾ ബെല്ലടിക്കുന്നു, അദ്ദേഹത്തിന് എന്നെ കാണണം. ഞാൻ ചെന്നപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളൊരു സഹോദരനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് വന്നപ്പം ചോദിച്ചും പറഞ്ഞു, ഒന്നുമില്ല പാസ്റ്റർ എന്താ കാരണത്തുള്ള ചിന്തയും വെളുപ്പിനെ വന്നാണ്. വെളുപ്പിനെ ആകുമ്പോൾ പാസ്റ്റർ ഇവിടെ കാണുമോ. പക്ഷേ അദ്ദേഹം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം, സത്യം പറ, പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. എന്താ സഹോദരാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാത്രി 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, റാന്നിയിലെ പ്രിൻസ് മാസ്റ്റർ പേടിച്ചിരിക്കുന്നു, നീ ഇപ്പം തന്നെ ചെന്ന് പറയണം, പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. പക്ഷേ അദ്ദേഹം പിന്നെ വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു. ഞാൻ അവിടെ പേടിച്ചിരുന്നത് ലോകത്തൊരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എളിവൻ പേടിച്ചിരുന്നത് അറിഞ്ഞ ഒരു പിതാവിനെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയും, ദൈവം എൻ്റെ ആരാ? പിതാവാണ്, അല്ലേ? ദൈവം എൻ്റെ ആരാ? പിതാവ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആവേശത്തോടെ കർത്താവിനെ കുറിച്ച് പറയുക, ഈ ദൈവം പിതാവായി മാറിയ പിന്നെ ഈ ലോകത്തൊരിക്കലും അനാഥത്വം തോന്നത്തില്ല. എനിക്ക് ആരുമില്ലെന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കില്ല. ഈ ദൈവം എൻ്റെ പിതാവാണ്. രണ്ടാമത്തെ ഒരനുഭവം എനിക്ക് പറയാനായിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ പോകാൻ ഞങ്ങൾ ഈ പാസ്റ്റർമാരുടെ ഒരു സങ്കടമുണ്ട്. അതൊരു യാഥാർത്ഥ്യമായൊരു സങ്കടമാണ്. ഞാനതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. വിശ്വാസികൾക്കൊരു സങ്കടം ഉണ്ടായാൽ ആരോട് പറയും? പാസ്റ്ററോട് പറയും. വിശ്വാസികൾ ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ ചിലപ്പം പിണങ്ങത്തില്ലേ? പിണങ്ങും. അങ്ങനെ പിണങ്ങിയാൽ
ചില സഹോദരന്മാരിങ്ങനെ മിണ്ടാതെ നടക്കും. എന്നാൽ കൂടുതലും മിണ്ടാതിങ്ങനെ ഇരിക്കുന്ന ആണുങ്ങളാണോ സഹോദരിമാരാണോ? മിണ്ടാതിരിക്കുന്ന സഹോദരന്മാരാണോ സഹോദരിമാരാ? ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നിങ്ങളാ പറഞ്ഞു. ആണല്ലോ, ആണ്. അത് വലിയ പാടാണ്. ഈ സഹോദരിമാർ ചിലപ്പോൾ ദിവസങ്ങളും ഉണ്ടായിരുന്നു കളയും. അങ്ങനെ ആണുങ്ങളും ഉണ്ടായിരുന്നാൽ ചോദിക്കും, നിങ്ങളൊരുമാതിരി പെണ്ണുങ്ങളെ പോലെ പിണങ്ങി കിടക്കുകയാണ്, നാണയില്ലെന്ന് ചോദിക്കത്തില്ലേ? ഇമാതിരി പെണ്ണുങ്ങളെ പോലെ എന്ത് ചെയ്യരുത്, പിണങ്ങരുതെന്ന് ആര് പറയും? സഹോദരിമാർ തന്നെ പറയത്തില്ലേ? ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പിണക്കം നല്ലതല്ല. ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ടേ. ഒരു ഭാര്യ പിണങ്ങി മിണ്ടാതായി ദിവസങ്ങളായി. ഇയാൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇവൾ മിണ്ടുന്നില്ല. ഒടുവിൽ അയാൾ എന്തോ ചെയ്യാനോ, ഒരു ദിവസം അങ്ങേര് വന്ന് തപ്പാൻ തുടങ്ങി. മുറി മുഴുവൻ തപ്പുക, കട്ടിക്കടി കയറി തപ്പുന്നു, അലമാരി മുഴുവൻ ഇരച്ച് പറിക്ക് തപ്പുന്നു, മേശയുടെ ഡ്രോ ഇറക്കി തപ്പുന്നു, കട്ടിൻ്റെ കീഴെ കുനിഞ്ഞ് കയറി തപ്പുന്നു. ഒടുവിൽ ഇവക്ക് ഗതികെട്ട്, ഇവക്കൊരു കാര്യം പിടികിട്ടുന്നില്ല, ഇയാൾ എന്തോ തപ്പുന്നു. സഹികെട്ട് ഗതികെട്ട് ഒടുവിൽ അവൾ ചോദിച്ചു, മനുഷ്യ നിങ്ങൾ എന്തോ തപ്പെന്ന് ചോദിച്ചു. അയാൾ തുള്ളിച്ചാടി, നിനക്ക് നാക്കൊണ്ടോന്ന് തപ്പിയതാണ്. അപ്പം അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളോടൊന്ന് പറയും, പക്ഷേ ഇടത്തൂടെ കുറേ നാളായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവൾ ഭയങ്കര അഭിമാനിയാണ്. അതുകൊണ്ട് പറയാതൊന്ന് വീട്ടിൽ വന്ന് ഇണക്കണം. നമ്മൾ സൂത്രത്തിൽ വീട്ടിൽ ചെല്ലും, ഇറങ്ങാൻ നേരത്ത് പറയും ഒരു ആത്മനിയോഗം, കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെയൊക്കെ സുൽപാഷ് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് ഓർത്താൽ മതി. ആത്മനിയോഗം വരുന്നു, കരം കോർത്ത് പിടിച്ച് എന്ത് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞ് ഇണക്കിയിട്ടൊക്കെ ഇങ്ങനെ സൂത്രത്തിൽ പോരും. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങിയ ആരോട് പറയണം? ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ്, വിശ്വാസികളോട് എന്ത് ചെയ്യരുത്, പറയരുത്. അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഞാൻ രഹസ്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പഠിച്ചൊരു സത്യം, രഹസ്യങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. എത്രയോ കൊച്ചുങ്ങളുടെ സങ്കട കഥകൾ, കഥന കഥകൾ എനിക്കറിയാം. ഉടറിപ്പോയ, ഇറങ്ങിപ്പോയ പെൺപിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് പോയി ജീവൻ പണയം വെച്ച് രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ കടന്നക്കൂട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജീവൻ പണയം വെച്ച് പോയപ്പം എടുത്ത് ചാടി ഒരു കുട്ടി എനിക്ക് വഴിയിൽ നിന്ന് കിട്ടി. അതൊക്കെ ഞാൻ രണ്ടും കൽപ്പിച്ച് മരിക്കാൻ തയ്യാറായി പോയതാണ്. പക്ഷേ അങ്ങനെ എത്രയോ പിള്ളേരുടെ കഥകൾ എനിക്കറിയാം. എത്രയോ പേരെ ഞാൻ തപ്പിപ്പോയി, എത്രയോ പേരെ ഞാൻ കൊണ്ടുവന്നു, എത്രയോ പേർക്ക് വേണ്ടി ഞാൻ മസിൽ പിടിച്ച് നിന്നു. പക്ഷേ എൻ്റെ ഒരു അനേക ദൈവദാസന്മാരുടെ അറിയുന്ന ദൈവദാസൻ്റെ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം വന്ന ആരോട് പറയും? പഠിച്ച ഒരു സത്യം ആരോടും എന്ത് ചെയ്യരുത്, പറയരുത്. പറഞ്ഞാൽ അവർ പറയും, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ആരെ ഭരിക്കണ്ട, സഭയെ ഭരിക്കണ്ട. ഇതൊരു സത്യമാണ്. പാസ് തളർന്നുപോയി, പാസ്റ്റേജ് കിടത്തി. അവരാരെയൊക്കെ വിളിച്ചൊരു പാസ്റ്റർക്ക് വീടുമില്ല. പാസ്റ്റേജ് 2-3 മാസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി. പക്ഷേ അടുത്ത ട്രാൻസ്ഫറിന് സഭാ കമ്മിറ്റി പറയും, ഞങ്ങൾക്ക് ആരെ വേണം, ആരോഗ്യമുള്ളൊരു പാസ്റ്ററെ വേണം. അപ്പോൾ ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ ആർക്ക് വേണ്ട? അത് സത്യമാണ്, വിഷമിക്കേണ്ട. ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ ആർക്ക് വേണ്ട? വിശ്വാസിക്ക് വേണ്ട. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബിസി പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ട. പ്രിൻസ് പാസ്റ്റർ തിരക്കാന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ തിരക്ക് നിങ്ങളുടെ കൈ ഇരിക്കട്ടെ, ബിസി പാസ്റ്റർ, അത് സത്യമാണ്. ബിസി പാസ്റ്ററെ ആർക്ക് വേണ്ട? വിശ്വാസികൾക്ക് വേണ്ട. ഇതെല്ലാം നമ്മുടെ തിരക്ക്, നമ്മുടെ കാര്യം. അപ്പോൾ ഇതൊരു ദൈവദാസൻ്റെ ഒരു സ്വകാര്യ സങ്കടമാണ്. അവരുടെ സങ്കടങ്ങൾ ആരോടും പറയരുതെന്നുള്ളതാണ് ഞാൻ നേതൃത്വത്തോട് ഒരിക്കലും പറയരുത്. അതുപോലെ വിശാലതയില്ലാത്തവരാണെങ്കിൽ 2 വിശ്വാസികളോട് എന്ത് ചെയ്യരുത്, പറയരുത്. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ പറയരുത്. ഭാര്യയുടെ കുറ്റം കുറവോ പറയരുത്. ഭർത്താവായ പാസ്റ്റർക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും ഭാര്യ സഹോദരി ഒരു വിശ്വാസിയോട് എന്ത് ചെയ്യരുത്, പറയരുത്. ഇതെല്ലാം 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം തീരും. പക്ഷേ പ്രശ്നം വരുമ്പോൾ ഇത് നമുക്ക് തിരിച്ചടിയായിട്ട് മാറും. ആര് പഠിപ്പിച്ചു? ജീവിതം പഠിപ്പിച്ചു, അനേകരുടെ ജീവിതങ്ങൾ പഠിപ്പിച്ചു. അതൊരു സത്യമായ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. അതൊരു സത്യമാണ്. അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു സങ്കടം ഒരു രാത്രി എന്നെ ബാധിച്ചു. അത് എന്നെ അലട്ടി. ആരോടും പറയാൻ എനിക്ക് തോന്നുന്നില്ല, പറയണമെന്നുമില്ല. വല്ലാത്തൊരു സങ്കടം.
എല്ലാവരും ഉറങ്ങി, എൻ്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും ഉറങ്ങി. ഞാൻ തന്നെ എഴുന്നേറ്റ് എൻ്റെ തിണ്ണേ വന്നിരുന്നു. സമയം കൃത്യം 2:45 വെളുപ്പിന്. ഞാൻ ലൈറ്റ് അണച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ചർച്ചിൽ മുറ്റത്തൂടെ രാത്രി പ്രാർത്ഥിക്കാൻ വരുന്നവർ കടന്നു പോകും. അവരും എന്നെ കണ്ട അവർ ചോദിക്കും, പാസ് ഉറങ്ങിയില്ലെന്ന്. ഒരു കഥ ജനലെ കൊട്ടി ചോദിക്കും. അപ്പം കുഞ്ഞുങ്ങൾ ആരും അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് 2:45 ഉണർന്നിങ്ങനെ ഇരിക്കുക. കൃത്യം 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പം പുല്ലൂരുള്ളൊരു സാമ്പച്ചൻ ഭാഷ, ഇത് ഞാൻ കൂടെ പറയാറുണ്ട്. 2:45. ഞാൻ ചോദിച്ചു, എന്നാ ഭാഷേ? മോൻ്റെ കല്യാണമാണ്, വിളിച്ചതാ. എപ്പോഴാ? വെളുപ്പിനെ 2:45. അപ്പം ഞാൻ ചോദിച്ചു, ഭാഷ അമേരിക്കയില? അല്ല, പുല്ലൂരാ. പിന്നെ 2:45. ദേയാസനെ കല്യാണത്തിൻ്റെ വിളിയൊക്കെ തുടങ്ങി. കല്യാണത്തിന് താങ്കളെ വിളിക്കാൻ വേണ്ടി ഞാൻ പേരെഴുതി വെച്ചു. പക്ഷേ ഇപ്പം വിളിച്ചത് അതിനല്ല. വിളിച്ചപ്പം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വെളുപ്പിനെ ഒരു ദർശനം കണ്ടു ഉണർന്നു. താൻ ഉണർന്നിരിക്കുകയാണെന്ന് ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട് ഇപ്പം തന്നെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ ഏത് വിഷയത്തിന് ഭാരപ്പെട്ടിരുന്നോ അതിനുള്ളൊരു ഉത്തരമായിരുന്നു. ഞാൻ അവിടെ ഉണർന്നിരുന്നത് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. പക്ഷേ ഈ എളിയവൻ ഉണർന്നിരുന്നത് അറിഞ്ഞ ഒരു പിതാവിനെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ 1000 നാവോടെ ഞാൻ പറയും, ഈ ദൈവം എൻ്റെ ആരാണ്? പിതാവാണ്. ഈ ദൈവം എൻ്റെ ആരാണ്? പിതാവാണ്. ഞാനിത് പറയുമ്പോൾ സമാനമായ അനുഭവങ്ങളുള്ള ഒത്തിരി പേരിവിടെ കാണും. ഈ ദൈവം എൻ്റെ പിതാവാണ്. ഈ ദൈവം എൻ്റെ പിതാവാണ്. ഒരു ചർച്ചിൻ്റെ ഒരു പണി നടക്കുക. അപ്പം ശനിയാഴ്ച ആകുന്നു. ഞാൻ ആ ദിവസങ്ങളിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായി വരുമ്പോൾ അവിടെയും വലിയൊരു അത്ഭുതമൊക്കെ കണ്ടിട്ട് ഞാൻ വരികയാണ്. ഞാൻ ഹോസ്പിറ്റലായി. അപ്പോൾ എനിക്ക് ബില്ലടയ്ക്കണം. ഈ ഞങ്ങളുടെ കയ്യിൽ പൈസ എപ്പോഴും കാണണമെന്നില്ലല്ലോ, പൈസ വരികയും പോവുകയൊക്കെ ചെയ്യും. സത്യത്തിൽ അന്നേരം ഞാൻ പെട്ടെന്ന് അഡ്മിറ്റായി, എൻ്റെ കയ്യിൽ പൈസയില്ല. ഏതായാലും ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ തിരക്കിയപ്പോൾ സൗദിയിൽ നിന്ന് ഒരാൾ അവിടെ ഡോക്ടറെ വിളിച്ച് ബില്ലടച്ച് കഴിഞ്ഞു. ബില്ലടച്ചു. ശരി, സന്തോഷം, ബില്ലടച്ചല്ലോ. തിരിച്ചു വന്നു എനിക്ക് കോട്ടയത്തൊരു മീറ്റിങ്ങിന് പോകണം. ഞങ്ങളുടെ കോട്ടയത്തൊരു ചർച്ച ഉണ്ട്. അവിടെ പോകുമ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ സഹോദരൻ വന്ന് പറഞ്ഞു, നാളെ ചെക്ക് കൊടുത്തിട്ടുണ്ട്, 1,00,000 രൂപയുടെ ചെക്കാണ്, ബൗൺസായാൽ അത് പിന്നെ പണിയാണ്. അതുകൊണ്ട് അക്കൗണ്ടിൽ പൈസയില്ല, പൈസ ഇട്ടേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി എന്നോട് തന്നെ ഇത് പറയണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ ചെക്ക് കൊടുത്തേക്കാണ്, ബൗൺസാകും. യഹോവ ഈരേ. ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ നമ്മുടെ ഒരു സഹോദരൻ ഖത്തറിൽ നിന്ന് വിളിച്ചു. പ്രിൻസ് ഭാഷ പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ഇടണം. ഞാൻ ചോദിച്ചു, അതെന്നാ? എന്നോട് 2 ദിവസം മുമ്പ് ദൈവാത്മാവ് പറഞ്ഞു നിനക്ക് 1,00,000 രൂപ അയക്കണം. ഞാൻ അങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ അങ്ങ് ഉഴപ്പി. ഇപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു. എൻ്റെ ദൂതൻ ഒരൊറ്റ അടി ചൂരിൽ കൊണ്ട് അയച്ചോടാൻ ചോദിച്ചോട്ട് ഇപ്പോഴും പൊള്ളുക, ഇനി അടി കൊള്ളാൻ വയ്യാന്ന്. പേര് വേണം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ് ഇപ്പോഴും കാലെ പൊള്ളുവാണ്, അത്ര അടി അടിച്ചത്. ദൂതൻ അടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇടാൻ പറഞ്ഞിട്ട് ഇട്ടില്ലയോ എന്ന്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അന്ധവിശ്വാസിയാണെന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് അന്ധവിശ്വാസമല്ല, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് 1000 നാവോടെ ഞാൻ പറയും, എനിക്കൊരു പിതാവുണ്ടെന്ന്, ഞാൻ അനാഥനല്ലെന്ന്, എനിക്ക് ആരും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ലെന്ന്. ഈ ദൈവം എൻ്റെ പിതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധു പാടുന്നുണ്ട്, മലയാളി ക്രിസ്ത്യാനി ഉള്ളിടത്തോളം കാലം ആ പാട്ട് പോത്തില്ല. എത്ര പുതിയ പാട്ട് വന്നാലും പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവിയുടെ കാന്തനും, സാധുവിൻ്റെ അപ്പവും, എല്ലാവർക്കും എല്ലാമായ ദൈവം. കരങ്ങളെല്ലാം ഉയർത്തി. ഇന്ന് രാത്രി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ബന്ധമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ റിലേഷൻഷിപ്പ്. കുഞ്ഞുങ്ങളെ ഇതൊരു ബന്ധമാണ്. ഇതൊരു ആശയമല്ല, ഇതൊരു ബന്ധമാണ്. ക്രിസ്ത്യ ജീവിതം ഒരു ബന്ധമാണ്. ഇതൊരു റിലേഷൻഷിപ്പാണ്. ആരുമായിട്ടുള്ള ബന്ധം? മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടോ? അതൊരു അറിവാണോ? അത് അറിവാണെങ്കിൽ അറിവിനപ്പുറത്തേക്കുള്ളൊരു ബന്ധത്തിലേക്ക് പോകണം. ആ ബന്ധത്തിൽ വരാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക, അങ്ങ് എനിക്ക് പിതാവായിട്ട് മാറും. ഏത് പ്രായത്തിലും അതിന് ചെയ്യാനുള്ള ഏക പ്രായം വിശ്വസിക്കാനുള്ള പ്രായമാണ്. മർക്കോസ് പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കും. വിശ്വസിക്കാനുള്ള പ്രായം അത് എത്ര വയസ്സാണ്? വിശ്വസിക്കാനുള്ള പ്രായം. വിശ്വസിച്ചാൽ ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറുകയാണ്. ഈ രാത്രി എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ആ ബന്ധം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത് പാപമാണ്. പാപം ആ ബന്ധം ഒലയ്ക്കും. ഇന്ന് ബന്ധങ്ങൾ ഒലയപ്പെടുകയാണ്.
ബന്ധങ്ങൾ ഉലയ്ക്കപ്പെടുന്നത് പാപമാണ്. ബന്ധങ്ങൾ ഉലയ്ക്കപ്പെടാം. വളരെ സങ്കടത്തോടെ ഒരു കുഞ്ഞ് എന്നോട് പറയുക, അപ്പച്ചന് 81 വയസ്സായി, 81 82 വയസ്സായി. കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറി ചെന്നപ്പം അപ്പച്ചൻ മൊബൈലിനകത്ത് പോൺ വീഡിയോ കാണുക, വയസ്സ് 82, കണ്ടത് മോനെ. എന്താ കണ്ടത്? വയസ്സല്ലേ, ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ, എന്തോ ചെയ്യാനാ. വയസ്സാം കാലത്തും ബന്ധം ഒലയാം. പക്ഷേ ഏത് പ്രായത്തിലും പാപമൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് കർത്താവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് ഈ ദൈവത്തെ ഒന്ന് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറുകയാണ്. അതൊരു വ്യക്തിപരമായ ബന്ധമാണ്. I just want to ask you a question. Do you have such a personal relationship with risen Christ? ഉയർക്കപ്പെട്ട കർത്താവുമായിട്ട് ആ ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു വാക്ക് പറ, എനിക്ക് ആ ബന്ധം വേണം. ആരുമായിട്ട്? യേശുമായിട്ട്. അങ്ങനെ ഒരു ബന്ധം ആഗ്രഹിക്കുന്നവരെല്ലാം നെഞ്ചത്തോട്ടൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്, ഈ ദൈവം എൻ്റെ പിതാവ്. കുഞ്ഞു കുട്ടി മുതൽ വലിയവർ വരെ സാംശീകരിക്കാൻ കഴിയുന്ന, ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഒരു റിയാലിറ്റി, ഈ ദൈവം എൻ്റെ പിതാവാണ്. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ ദൈവം, ഈ ദൈവം എൻ്റെ പിതാവാണ്, നിത്യപിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ചേർന്നൊരു നിമിഷം പാടാം. പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവിയുടെ കാന്തനും സാധുവിൻ്റെ അപ്പം. അവൻ അത്ഭുത മന്ത്രി, വീരൻ. ഉറക്കെ പറഞ്ഞേ, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എല്ലാവരും പറഞ്ഞേ, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പം കർത്താവ് സമാധാന പ്രഭുവാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ ദൂതന്മാർ പാടി, അതിന് നിങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇതാ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവ് ഉദ്ധിതനായ ക്രിസ്തു യഹൂദന്മാരെ പിടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ അവിടെ നടുവിൽ ഇന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, സമാധാനം, സമാധാനം. അപ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് സമാധാന പ്രഭുവാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു സമാധാന പ്രഭുവാകുന്നത്? ഈ അന്നുണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ദൈവചിന്തകളെല്ലാം തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത അകന്നു നിൽക്കുന്ന ദൈവങ്ങളായിരുന്നു. യൂറോപ്പ് എന്നുള്ളൊരു പേര് പോലും നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. യൂറോപ്പ്, ആ പേരെങ്ങനെ കിട്ടിയെന്ന് നോക്കിയാൽ മതി. യൂറോപ്പ എന്ന് പറയുന്ന അതിസുന്ദരിയായൊരു പെൺകുട്ടി നടന്നു പോയപ്പോൾ സിയൂസ് ദേവൻ ഇത് കണ്ടപ്പോൾ അവളിൽ അങ്ങ് അനുരാഗമാകി ആ പെൺകുട്ടിയൊക്കെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയും തൻ്റെ ഭാര്യയാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ മനം നൊന്നിട്ട പേരാണ് എന്ത്? യൂറോപ്പ്. അപ്പം മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ സഹതപിക്കാത്ത, അല്ലെങ്കിൽ മനുഷ്യനോട് അകന്നു നിൽക്കുന്ന ഒരു ദൈവിക ചിന്തകളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, അവിടുന്ന് ആരാണ്? സമാധാന പ്രഭുവാണ്. ഈ മനുഷ്യൻ്റെ സമാധാനം പലപ്പോഴും പോകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. പല കാരണങ്ങളും മനുഷ്യൻ്റെ സമാധാനങ്ങൾ. ഞങ്ങളുടെ ഒരു സൺഡേ സ്കൂളിൻ്റെ എക്സാം നടക്കുകയാണ്. വലിയ പിള്ളേർക്ക് എഴുത്താണ്, കൊച്ചു പിള്ളേർക്ക് ചോദ്യമാണ്. കൊച്ചു കുട്ടന്മാരോട് ചോദിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടനോട് ചോദിച്ചു. അപ്പോൾ ഈ ഓരോ പിള്ളേരെ കൊണ്ടൊന്ന് ചോദ്യം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൊച്ചു ചോദിച്ചു, മോനെ ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് യേശു എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, എന്തുവാ? ലാസറിൻ്റെ വീട്ടിലോ? യേശുവോ? എന്തോ ചെയ്തെന്നോ? ലാസറിൻ്റെ വീട്ടിൽ യേശു എന്തോ ചെയ്തെന്നോ? അവൻ ചാടി കയറി ഉത്തരം പറഞ്ഞു, എന്തോ ചെയ്തെന്നോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. കയറി അങ്ങ് അവന് മാർക്ക് കൊടുക്കണോ വേണ്ടായോ? ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് യേശു എന്തോ ചെയ്തു? കയറി അങ്ങ് ഇടപെട്ടു. അവന് മാർക്ക് കൊടുക്കണോ വേണ്ടായോ? കൊടുക്കണം. കാരണം യേശു എപ്പോഴും എന്തു ചെയ്യും? ഇടപെടും. ഇടപെടുക മാത്രമല്ല, കയറി അങ്ങ് ഇടപെടും. ഇതുകൊണ്ടാണ് യേശു എന്തായിരിക്കുന്നത്? സമാധാന പ്രഭുവാണ്. ഈ പലപ്പോഴും മനുഷ്യൻ്റെ സമാധാനം കളയുന്ന പല കാരണങ്ങളുണ്ട്. മക്കൾ മനുഷ്യൻ്റെ സമാധാനം കളയും. മക്കളില്ലാതിരുന്നാലും സമാധാനക്കേട, മക്കളുണ്ടായാലും സമാധാനം. ഒരിക്കൽ ഒരു അപ്പൻ കർത്താവിൻ്റെ അടുക്ക വരുന്നുണ്ട്. ആ അപ്പൻ്റെ മോള് മരിച്ചുപോയി. ആരുടെ മോളാ? ആരുടെ മോളാ? യായിറോസിൻ്റെ മകള് മരിച്ചു. വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. യായിറോസിൻ്റെ മോളുടെ പ്രായം എത്രയായിരുന്നു?
12 വയസ്സാണ്. ഈ 12 വയസ്സെന്ന് അവിടെ എഴുതാനൊരു കാരണം കാണും. സാധാരണഗതിയിൽ ഈ പിള്ളേർ അമ്മയുടെ പാവാടയൊക്കെ പിടിച്ചു നടക്കുന്ന പിള്ളേർ ഈ അപ്പയിൽ നിന്നും അമ്മയിൽ നിന്നും അകലുന്നൊരു പ്രായം ഈ 12 കഴിയുമ്പോഴാണ്. 12 കഴിയുമ്പോഴാണ് 13 തുടങ്ങും. 13 തൊട്ട് തുടങ്ങുന്ന ഒരു പ്രായത്തിൻ്റെ പേരെന്താ? 13 തൊട്ട് ടീനേജാണ്. എന്താണ് ടീനേജ് എന്ന് ചോദിച്ചാൽ 13, 14, 15, 16, 17, 18, 19 കഴിഞ്ഞാൽ ഒരുമാതിരി രക്ഷപ്പെടും. അതിനിടയ്ക്ക് ബൈക്ക് ചത്തുപോയില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ചാകത്തില്ല. ഈ ആക്സിഡൻറ്റ് കൂടുതലും ഉണ്ടാകുന്നത് ഈ 17, 18 ഇൻഷുറൻസ് കിട്ടുന്ന പ്രായമൊക്കെ, ലൈസൻസ് അന്നേരമാണ് ഈ സ്പീഡൊക്കെ കൂടുന്നത്. കണ്ടിട്ടില്ലേ? അത് കഴിഞ്ഞ് കുറച്ച് 10-20 ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പക്കുമാവും. പിന്നെ സ്പീഡൊക്കെ ഒന്ന് കുറയും. ഈ സ്പീഡ് കൂടുന്നൊരു പ്രായമാണ് ആ പ്രായം, അല്ലേ? അന്നേരമാണ് പണ്ടാണ്ട് ചോദിച്ച പോലെ പണ്ട് വിട്ടുപോയൊരു പയ്യനെ തടഞ്ഞ് നിർത്തി ഒരുത്തൻ ചോദിച്ചാൽ നീ എവിടെ പോകണം? അമ്മയ്ക്ക് വായുഗുളിക മേടിക്കാൻ പോകാമെന്ന്. അവൻ പറഞ്ഞല്ല, മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കാൻ പോകാമെന്ന്. ആ ഒരു പ്രായമാണ് ഏത് പ്രായം? ആ ടീനേജിൻ്റെ പ്രായം. ഈ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് വീടുകളിലൊക്കെ. കൊച്ചുങ്ങളിൽ അമ്മ പറയുന്ന ഡ്രസ്സ് ആരിടത്തില്ല, പിള്ളേരിടത്തില്ല. ഇതിട്ടാൽ എന്നാ കുഴപ്പം, ഇതിട്ടാൽ എന്നാ കുഴപ്പം. മിക്ക വീട്ടിലും ഒരു പ്രശ്നമാണ് ഡ്രസ്സിൻ്റെ പേര്. ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. ഉണ്ടോ? അതിട്ടുകൊണ്ട് പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ഇതിട്ടുകൊണ്ട് ആരും ഇവിടുന്ന് എന്താ പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. ഇട്ടാൻ അങ്ങനെ ഒരു പ്രശ്നം തീർക്കാൻ എന്നെ വിട്ടു. ഞാൻ നോക്കിയപ്പോൾ എങ്ങും എത്താത്ത എന്തോ ഒന്ന് ഇട്ടേക്കുന്ന കൊച്ച്. ഇപ്പം എന്നോട് ചോദിച്ചു കുഴപ്പം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു കൊച്ചെ ഇട്ടോ. പിന്നെ അമ്മ പറയുന്നതിനകത്ത് കാരണമുണ്ട്. അതിനെ കാരണം ഞാൻ പറഞ്ഞു വല്ലവന്മാരും നോക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അമ്മ നീ പെണ്ണല്ലയോ, അമ്മമാർ കണ്ടിട്ട് പോട്ടെ, അമ്മമാരങ്ങനെ കണ്ടിട്ട് പോട്ടെ. ഞാനിപ്പോൾ എന്താ നോക്കുന്ന അവൻ്റെ കുറ്റമല്ലേ, എൻ്റെ കുറ്റമല്ലേ? ഞാൻ പറഞ്ഞ് കണ്ടിട്ട് പോയ കുഴപ്പമുണ്ട്. നിന്നെ തന്നെ അവൻ നോക്കി നിന്നെ അവൻ ഒപ്പിയെടുത്തോണ്ട് അങ്ങ് പോകും. പിന്നെ രാത്രി അവൻ ധ്യാനിക്കും. ആരെ? നിന്നെ. അവൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ നീ ഉണങ്ങിപ്പോവും. എന്തെങ്കിലുമൊക്കെ ഉത്തരം തമ്പുരാൻ തരുന്ന. അവൻ രാത്രി ഏതായാലും ക്രൂശിനെ ധ്യാനിക്കാൻ പോകുന്നില്ല. ഇത് കണ്ടിട്ട് അവൻ നിന്നെ ധ്യാനിക്കും. അവൻ്റെ ധ്യാനത്തിങ്കിൽ എന്ത് ചെയ്യും? തീ കത്തും. ഈ സമയത്ത് ഭയങ്കര അപകടം. അന്നേരമാണ് ഈ പിള്ളേർ ഫോട്ടോ അയക്കുന്നത്, ഇൻസ്റ്റയിൽ ഹായ് അയക്കുന്നതും റിക്വസ്റ്റ് വരുന്നതും എല്ലാം ഒരു സമയമാണ്. ആ സമയത്ത് മനുഷ്യർക്ക് വല്ലാത്തൊരു പ്രശ്നം. 12 വയസ്സ് കഴിഞ്ഞ കൊച്ച് എന്തോ ഇത് പോയി മരിച്ചു. പക്ഷെ എന്നാലും എന്നെ അവിടെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ ആയിറോസിൻ്റെ മോള. അതും ഒരു സത്യമാണ്. ഈ മിക്ക വീട്ടിലും അപ്പനിഷ്ടം ആരെയാ? മോള ആണോ? സാധാരണ പറഞ്ഞിട്ട് അപ്പൻ്റെ കുഞ്ഞാരും കൂടാ, അപ്പനും മോളും കൂടാ, നമ്മളൊന്നും വേണ്ട. അതിനൊരു കാരണമുണ്ട്. ഈ അപ്പന്മാർ മിടുക്കന്മാരാ. ഈ രാവിലെ തൊട്ട് ഈ മിഷൻ കണ്ണാത്തോട്ട് ഇട്ടുകൊണ്ട് വഴക്ക് പുറകെ നടക്കുന്ന ആരാ? അമ്മയാ. അപ്പം മിടുക്കന, ഒന്നും മിണ്ടത്തില്ല. എല്ലാം ആരെയും കൊണ്ട് പറയിപ്പിക്കും? അമ്മയും കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് അങ്ങേര് മാന്യം കളിക്കും. അതുകൊണ്ട് പിള്ളേർക്ക് പലപ്പോഴും പ്രശ്നക്കാരത്തി ആരാ? അമ്മയെ അലച്ചുകൊണ്ട് പുറകെ നടക്കും. അപ്പം ഈ അപ്പൻ്റെ മോള് മരിച്ചുപോയി. എനിക്കൊക്കെ സങ്കടമായിപ്പോയി. ഈ അപ്പൻ്റെ മോള് മരിച്ചു പോയാൽ ഇനി അപ്പൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മുറിക്കകത്തോട്ട് അടക്കം കഴിഞ്ഞ് അങ്ങനെ കയറും. എവിടെ ചെന്നാലും അപ്പൻ ആ ഓർമ്മ അലട്ടും. അപ്പൻ്റെ മോള് മരിച്ചു പോയില്ലേ, അപ്പൻ്റെ പുന്നാരം മോള് മരിച്ചു പോയില്ലേ. പക്ഷെ ക്രിസ്തു ഒരു കാര്യം ചെയ്തു. അവിടെ വന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. തലീഥ ഭൂമി, ബാലെ എഴുന്നേൽക്കുന്നു. അപ്പൻ്റെ മോടെ വിഷയത്തിൽ ദൈവം എന്ത് ചെയ്തു? ഇടപെട്ടു. അപ്പൻ്റെ മോടെ വിഷയത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ഇടപെട്ടു. ഇന്ന് രാത്രി എനിക്കൊരു കർത്താവിനെ അറിയാം. തലമുറകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു ദൈവമാണ്. ഇടപെടും കേട്ടോ, കർത്താവ് ഇടപെടും. നമ്മുടെ ഈ പ്രശ്നത്തിലെല്ലാം കർത്താവ് ഇടപെടും. നമ്മളൊന്ന് അനുവദിച്ചാൽ മതി. ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ആ ദൈവം ഇന്ന് രാത്രി ഇടപെടാൻ വന്നിട്ടുണ്ട്. എന്തിനാ? അപ്പൻ്റെ മോടെ കാര്യത്തിൽ ദൈവം ഇടപെടും. മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന എല്ലാ അപ്പന്മാരോടും പറയട്ടെ, അപ്പൻ്റെ മോടെ വിഷയത്തിൽ ഇടപെടാൻ ഒരു കർത്താവ് വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഇടപെടുമോ? ഇടപെടും. 100 വട്ടം ഇടപെടും. ഹല്ലേലൂയ. 2, എൻ്റെ ദൈവം ഇടപെടും. എവിടെ ദൈവം ഇടപെടും? അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെടും. അപ്പൻ്റെ മോനാണെങ്കിൽ അമ്മയ്ക്ക് പലപ്പോഴും ഇഷ്ടം ആരെയാ? മോനെയാ. അമ്മയുടെ മോന ആണോ? അമ്മയ്ക്ക് ഇഷ്ടം ആരെയാ? അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമൊക്കെയാണ്. എന്നാലും ഇച്ചിരി ഇഷ്ടം കൂടുതൽ ആരോടാ? സത്യമല്ലേ? അതെന്നാ അതിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ചാൽ അതങ്ങനെയാണ്. അമ്മയുടെ മോന.
ആ അമ്മയുടെ ഭർത്താവ് പോയി. ഈ സ്ത്രീകളുടെ ഒരു കാര്യം പറഞ്ഞാൽ സഹോദരിമാരൊരു സത്യം അതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരിമാരുടെ ലോകം പലപ്പോഴും ചെറുതാണ്. സഹോദരിമാരുടെ ലോകം ചെറുതാണ്. മോളെ ഏത് പഞ്ചായത്തിലാണ്? അതിനകത്ത് ഏത് വാർഡിലാണ്? ആ മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുണ്ട്? ഇത്രയൊക്കെ അറിവ് നിനക്കുണ്ടല്ലോ. കൺഗ്രാറ്റ്സ്. സാധാരണഗതി അറിയത്തില്ല. അല്ല, ശിക്ഷക്ക് അറിയാമോ? അറിയത്തില്ല. മൃഗസംരക്ഷണ വകുപ്പിലെ വലിയ ഉദ്യോഗസ്ഥയാണ് എന്ന് പറയാമോ? അറിയത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മിക്ക സൗകര്യമാർക്കും വലിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അച്ഛന് വാർഡിൽ എത്ര നമ്പറുണ്ടെന്നറിയാം, പക്ഷേ കൊച്ചേതാ ക്ലാസ്സിൽ പഠിക്കാമെന്ന് അറിയത്തില്ല. അതാണ് ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. വലിയ കാര്യമാണ്. കൊച്ചെത്തുള്ള പഠിക്കും ചോദിച്ചാൽ പെട്ടെന്ന് തപ്പും. 8ലാണോ 9? അതെല്ലാം അറിയാവുന്ന ആരാ? അമ്മയ്ക്കാണ്. അപ്പോൾ ഈ അമ്മയുടെ ലോകം ചെറുതാണ്. അവിടെ ലോകത്ത് അവിടെ ആ ഭർത്താവും പിള്ളേരുമാണോ ഉള്ളത്, അല്ലേ? അങ്ങനെ ആകാവൂ. ബാക്കിയൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വേണം, വിശാലതയൊക്കെ വേണം. എന്നാലും അമ്മ അങ്ങ് ഭയങ്കര വിശാലപ്പെട്ട കുടുംബം കുളമാണ്. അപ്പോൾ അമ്മയുടെ ലോകത്ത് തൻ്റെ ഭർത്താവും മക്കളും ഒക്കെയാണ്. എത്ര വലുതായാലും അവിടുന്ന് അപ്പം പോയാൽ പിന്നെ ഇവിടെ സ്റ്റാറ്റസ് എന്താ? വിധവയാണ്. വിധവമാർക്ക് ജീവിക്കാൻ പറ്റിയൊരു നാടല്ല ഇന്ത്യ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു ദുരാചാരം ഉണ്ടായിരുന്നു, സതി. സത്യത്തിൽ ഒരു പുണ്യമായിട്ടാണ് നടക്കുക. കാരണം വിധവയോട് കാണിക്കുന്ന ഒരു പുണ്യമായിരുന്നു. നിനക്ക് ജീവിക്കാൻ പറ്റിയ നാടല്ല ഇത്. കാരണം ഒരു വിധവ പിന്നെ ആരോടെങ്കിലും മിണ്ടിയ പ്രശ്നമല്ലേ? വിധവ ഒരുത്തിനോട് മിണ്ടിയ പ്രശ്നമല്ലേ? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോകാൻ വേണ്ടി അപ്പുറത്തെ ചെറുക്കനെ 2 വട്ടം കൂട്ടത്തിൽ കൊണ്ടുപോയി അവൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ കയറിയാൽ പിന്നെ ഭയങ്കര ഇൻഡാസല്ലേ? വിധവയ്ക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അതുകൊണ്ട് അവരെല്ലാം കൂടെ കുത്തി വിധവയെ എവിടെ ഇട്ടു? തീക്കകത്തിട്ടു. അതാണ് സതി. വിധവയുടെ ലോകം ചെറുതാണ്. ഇന്നും ഞങ്ങളുടെ നാട്ടിൽ, എനിക്ക് ഇവിടുത്തെ അറിയത്തില്ല, പല ചടങ്ങുകൾക്കും ആരെ കൊണ്ടുപോകത്തില്ല, വിധവമാരെ കൊണ്ടുപോകത്തില്ല. പ്രസവമൊക്കെ വിളിക്കാൻ പോകുമ്പോൾ വിധവയെ കൊണ്ടുപോകത്തില്ല. വിധവ പോയാൽ പ്രസവിക്കത്തില്ലേ? പക്ഷെ വിധവയെ കൊണ്ടുപോകത്തില്ല. ഇനി കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചാലും വിധവ സൂത്രത്തിൽ അങ്ങ് മാറും. ഇനി ഞാൻ പോയിട്ടൊരു പ്രശ്നം എന്ത് ചെയ്യണ്ട, ഉണ്ടാകണ്ട. അപ്പോൾ അവിടെ ലോകം ചെറുതാണ്. അപ്പനും മക്കളും. അതിനകത്തുനിന്ന് അപ്പം പോയി. ഇനി അവർക്ക് ആകെ ആശ്രയം ആരാ? മകനാ. ആ മകനും പോയിട്ട് അവൻ്റെ അടക്കം കഴിഞ്ഞിട്ട് അവരെങ്ങനെ തിരിച്ചു വന്നാൽ വീട്ടിൽ കയറും? വീട്ടിലോട്ട് വന്നപ്പം പോർച്ചിരിക്കുന്ന അവൻ്റെ ബുള്ളറ്റ്, അവന് കൊതിച്ച് മേടിച്ച ബുള്ളറ്റ് അവിടെ ഇരിക്കുക. പിന്നെ അകത്ത് കയറിയപ്പോൾ അവൻ്റെ ക്രിക്കറ്റ് ബാറ്റിരിക്കുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, മരിച്ചു പോയ മകൻ്റെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഴുകാതെ വേർപ്പ് അവൻ്റെ ബനിയൻ തലവണക്കടി വെച്ച് മണപ്പിക്കുന്ന അമ്മയെ. എത്രയോ വർഷം കഴിഞ്ഞാൽ മോൻ മരിച്ചിട്ട് ഇന്നും ആ ബനിയൻ കഴുകിയിട്ടില്ല. വേർപ്പിൻ്റെ മണമുള്ള ബനിയൻ അമ്മയുടെ കയ്യിലുണ്ട്, കഴുകാതെ. ഈ അമ്മ എങ്ങനെ തിരിച്ച് വീട്ടിൽ വരും? അതുകൊണ്ട് തന്നെ തമ്പുരാൻ അവിടെ വിഷയത്തെ ഇടപെട്ടു. അവൻ്റെ മകൻ്റെ മഞ്ചത്തെ തൊട്ടിട്ട് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി അമ്മയുടെ മകൻ്റെ മഞ്ചത്തിൽ തൊടുന്ന ഒരു കർത്താവുണ്ട്. അല്ലെ ഈ അമ്മ എങ്ങനെ അടക്കം കഴിഞ്ഞ് എല്ലാവരും വരും, പതുക്കെ എല്ലാവരും പോവും. പക്ഷേ ആ അമ്മ എങ്ങനെ മറക്കും? അടിയന്തരാവസ്ഥ കാലത്തെ വലിയൊരു അതിഭീകരമായ ഒരു ഓർമ്മയാണ് രാജൻ കൊലക്കേസ്, അല്ലേ? ഉരുട്ടിക്കുന്ന രാജൻ എവിടാന്നറിയില്ല. പക്ഷെ ഞാൻ എവിടെയോ വായിച്ചു, രാജൻ്റെ അമ്മയ്ക്ക് പിന്നെ അങ്ങ് സങ്കടമായി, മനസ്സൊക്കെ ഒന്ന് താളം തെറ്റിയപ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പോൾ അപ്പനെ പിടിച്ചിങ്ങനെ ഒലയ്ക്കും. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി. ഇവിടെ ഒരുത്തൻ്റെ മോൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല. അമ്മയ്ക്ക് അംഗീകരിക്കാൻ ഒക്കുന്നില്ല മകൻ മരിച്ചത്. അപ്പോൾ ആ അമ്മ എങ്ങനെ ഉൾക്കൊള്ളും ആ മകൻ്റെ മരണം? പക്ഷേ അമ്മയുടെ മകൻ്റെ മഞ്ചത്തെ തൊട്ടൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി 1000 നാവോടെ ഞാൻ പറയും, എൻ്റെ യേശു ഇടപെടുന്ന യേശുവാണ്. എനിക്ക് വലിയ ആഴങ്ങളൊന്നും പറയാൻ അറിയില്ല, പക്ഷേ എനിക്കൊന്ന് പറയാൻ അറിയാം, ഈ ദൈവം എൻ്റെ പിതാവാണെന്നറിയാം, ഈ ദൈവം ഇടപെടുമെന്നറിയാം. ഇന്ന് രാത്രി ചില അമ്മയുടെ മക്കളുടെ വിഷയത്തിൽ ഇടപെടാൻ, അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ ഇടപെടാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. എല്ലാ കരങ്ങളും ഉയർത്തി
ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടപെടുന്നൊരു യേശു വന്നിട്ടുണ്ട്. ഈ ദൈവം ഇടപെടാൻ പോവുകയാണ്. ഈ ദൈവം ഇന്ന് രാത്രി ഇടപെടും കേട്ടോ. അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെടും, അപ്പൻ്റെ മകളുടെ കാര്യത്തിലും അമ്മയുടെ മോൻ്റെ കാര്യത്തിലും ഇടപെടും. പിന്നെ ആ പെങ്ങന്മാർ, അവിടെ അപ്പൻ്റെ അമ്മയുടെയും പേരില്ല, ഒരു പക്ഷേ അപ്പനും അമ്മയും മരിച്ചു കാണും. പിന്നെ 2 പെങ്ങന്മാരും ഒരാങ്ങളെയും, ആകെ ഒരു കൂടപ്പുറപ്പ്. ഈ കൂടപ്പുറപ്പൂടെ പോയ ഈ പെങ്ങന്മാരെങ്ങനെ വീട്ടിൽ കിടക്കും? 2 പെൺപിള്ളേർ തന്നെ എങ്ങനെ വീട്ടിൽ കിടക്കും? ഒറ്റയ്ക്ക് ആ പെങ്ങന്മാരെന്തോ ചെയ്യും? 4 ദിവസമായി എല്ലാവരും പോകാൻ തുടങ്ങുക. പക്ഷെ അപ്പോൾ ഒരാൾ വന്നു, യേശുവാ, ഇതിനാ ഈ പെങ്ങന്മാരുടെ സങ്കടത്തെ ഇടപെടാനാ. അവിടെ കല്ലറയ്ക്ക് ചെന്നിട്ട് അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയൊരു വാക്ക്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വാക്ക്, യേശു കണ്ണുനീർ വാർത്തു. എന്തിനാ കരഞ്ഞത്? പെങ്ങടെ സങ്കടം കണ്ടപ്പോൾ കർത്താവ് കരഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പെങ്ങന്മാരുടെ സങ്കടം കാണുന്ന ഒരാങ്ങളയുണ്ട്, പേര് യേശു. എല്ലാ പെങ്ങന്മാരുടെയും സങ്കടം കാണുന്ന ഒരു ആങ്ങളയുണ്ട്, സഹോദരൻ, മൂത്ത സഹോദരൻ. കർത്താവിൻ്റെ പേര് യേശു. ഈ രാത്രി എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട് ഇടപെടാൻ. കരങ്ങളെ ഉയർത്തി സങ്കടങ്ങളെല്ലാം പറയാം കേട്ടോ. എല്ലാവർക്കും അവിടെ സങ്കടങ്ങൾ പറയാം. ഇടപെടാൻ വേണ്ടി മാത്രമുള്ളൊരു രാത്രിയായത്. യേശു ഇടപെടാൻ വന്നിട്ടുണ്ട്. ഞാൻ വലിയ ആഴങ്ങളൊന്നും പറയാൻ എനിക്കില്ല, പക്ഷെ എനിക്കൊരാഴം അറിയാം. എൻ്റെ സങ്കടത്തിലല്ല ഇടപെട്ട ഒരാളെ അറിയാം. ഇന്നും ഇടപെടുന്ന ഒരാളെ അറിയാം. ഇന്നും ഇടപെട്ട ഒരാളെ അറിയാം. പേര് യേശു. പേര് യേശു. അപ്പൻ്റെ മോടെ കാര്യത്തിൽ ഇടപെടും, അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെടും, പെങ്ങന്മാരുടെ ആങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. പിന്നെ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ വിഷയത്തിൽ ഇടപെടും. കൂനിപ്പോയ സഹോദരിയെ നിവർക്കും. 12 വർഷം രക്തസ്രാവം കൊണ്ട് ഏറിയൊന്ന് സഹിച്ച് മുതലെല്ലാം പോയ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെടും. പിന്നെ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ നിലവിളിച്ച മകൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് ഇടപെടും. പിന്നെ പിറവിയിലെ കുരുടനായ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടും. 38 സംവത്സരം കർത്താവേ കൊളക്കടവിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട യേശു, ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുക. ഇടപെടാൻ യേശു വന്നിട്ടുണ്ട്. എൻ്റെ യേശു ഇടപെടുന്ന യേശു. ഈ രാത്രി അത്ഭുതകരമായ ദൈവപ്രവർത്തികളുടെ രാത്രിയായി മാറട്ടെ. ശഖന റിബാല ഹംധന റബന ഹദന റിഗന രബന ഹദ്ധന റബന റീഖ റബല ഹദന. അവൻ സമാധാനം ഇടപെട്ട് സമാധാനം തരാൻ, ഇടപെട്ട് നാളെ എങ്ങനെ കരമടയ്ക്കുക, നാളെ എങ്ങനെ കരമടയ്ക്കാന്നറിയില്ല. അവർക്ക് നാളെ എങ്ങനെ കരമടയ്ക്കുമെന്നറിയില്ല. റോമാക്കാര് കരം പിരിക്കാൻ വരുമ്പോ ഇല്ലെന്ന് പറഞ്ഞ അവിടെ ഉത്തരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചോദ്യത്തിന് മറുചോദ്യമില്ല. യേശു പറഞ്ഞു, നീ പോയിട്ട് ചൂണ്ടയെടുക്ക്, പിടിക്ക്, ഒരു മീനെ കിട്ടും. അതിൻ്റെ വായിൽ ചതുർദ്രഹ്മ പണമുണ്ട്. എൻ്റേതും നിൻ്റേതും കരം കൊടുക്കാൻ. നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിന്റെ കാര്യം നോക്കുന്ന, നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ നിന്റെ കാര്യം നോക്കുന്ന. നീ എൻ്റെ കരം കടയ്ക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. നിന്റെ കരമടയ്ക്കാൻ എൻ്റെ പദ്ധതിയുണ്ട്. അത് മറക്കാത്ത ഒരു ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. പൊന്നു കുഞ്ഞ്, എന്തിനാ നിന്റെ പക്ഷത്തിൽ ഇടപെടാൻ? ശബല ഹതുനിയ റഗന സംധന ഹധന റഖന രബന ഹദന റിബന ബലഗ